സർവശക്തനും ബലവാനും തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്നവനുമായ സർവശക്തനായ ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് വന്നേക്ക് മഹത്വപ്പെടുമാറാകട്ടെ. മനോഹരമായൊരു ദിവസം കൂടെ ദൈവം കൃപയാൽ നമുക്ക് ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ദൈവ ഇഷ്ടത്തിന് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. കർത്താവേ, ഓരോ ദിവസവും ഞങ്ങൾക്ക് അവിടെ ദാനമായി തരുമ്പോൾ അത് അവിടുത്തെ ഹിതം ചെയ്യുവാനായി, അവിടുത്തെ ഇഷ്ടം ഞങ്ങൾ നിർവഹിക്കപ്പെടുവാനായിട്ടുള്ള അവസരങ്ങളായി, അനുഭവങ്ങളായി മാറണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനായി നമുക്ക് നമ്മളെ തന്നെ അർപ്പണം ചെയ്യാം. 31-ാമത്തെ സങ്കീർത്തനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ഒരു ദീർഘമായ സങ്കീർത്തനമാണ്. ഏകദേശം 24 വാക്യങ്ങൾ ഉള്ളതായ ഒരു സങ്കീർത്തനമാണ്. ഇതിന് 2-3 പോർഷനായിട്ട് തിരിച്ച് നമുക്ക് ധ്യാനാത്മകമായ ഒരു ചിന്തയിലേക്ക് പോകാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതും എല്ലാം സങ്കീർത്തനം പൊതുവെ നമ്മൾ ചിന്തിച്ചതുപോലെ പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും എക്സ്പ്ലനേഷൻസ്, ദ കോസസ് ഓഫ് വറീസ്, എൻ്റെ ദുഃഖത്തിൻ്റെ കാരണം അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ, അങ്ങനെ വിവിധങ്ങളായ കാര്യങ്ങൾ ഉൾക്കൊണ്ടതാണ് സങ്കീർത്തനം എന്ന് പറയുന്നത്. ഓരോ മനുഷ്യ ജീവിതത്തോടും ചേർത്ത് വെച്ച് ധ്യാനിക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവ് പ്രയോജനപ്പെടുത്തുന്നതാണ് സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഈ സങ്കീർത്തനം 31-ാം സങ്കീർത്തനവും പ്രയർ ആൻഡ് പ്രൈസ്, പ്രാർത്ഥനയും സ്തോത്രവും ഫോർ ഡെലിവറൻസ് ഫ്രം എനിമീസ്. ഇവിടെ ശത്രുഭയം, അതായത് ശൗല് തന്നെ ആക്രമിച്ച നാളുകളിൽ, മരുഭൂമിയിലെല്ലാം സഞ്ചരിച്ച നാളുകളിൽ സംഭവിച്ച താൻ പാടിയ സങ്കീർത്തനങ്ങളാണെന്നാണ് ഇത് പറയുന്നത്. ശത്രുവിൻ്റെ വശത്തു നിന്നും ദൈവം വിടുവിച്ചു, അതിനുള്ള സ്തോത്രം. ആ നാളുകളെക്കുറിച്ച് ദാവീദ് ഓർക്കുന്നുണ്ട്. കഴിഞ്ഞ നാളുകളെ ഓർക്കുന്നത് നല്ലതാണ്, അത് ഒരിക്കലും നമ്മൾ മറക്കരുത്. അത് നെഗറ്റീവ് ആസ്പെക്ട്സിന് വേണ്ടിയല്ല, മറിച്ച് ആ നാളിൽ ദൈവം എന്നെ സഹായിച്ചതിനെ ഓർത്ത്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ എല്ലാറ്റിലും നമുക്ക് മോചനമുണ്ട്, എല്ലാറ്റിലും നമുക്ക് റിക്കവറി ഉണ്ട്, എല്ലാറ്റിലും നമുക്ക് അതിൽ ഒരു അനുഗ്രഹമുണ്ട്, ബ്ലെസ്സിങ് ഉണ്ട്. ഏത് കഷ്ടതയാണെങ്കിലും പ്രയാസമാണെങ്കിലും അതിൽ ദൈവത്തോട് കൂടെയാണെങ്കിൽ അതിലൊക്കെ ഒരു ബ്ലെസ്സിങ് ഉണ്ട്, ദൈവത്തിൻ്റെ ഫേവർ അതിനകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. നമുക്ക് മനസ്സിലാകുകയില്ല, മനുഷ്യ ബുദ്ധിക്ക് അത് അപ്പോൾ അത് മനസ്സിലായി എന്ന് വരികയില്ല. പിന്നത്തേത് നമുക്ക് മനസ്സിലാകും, അതിൽ കൂടി എന്തിനാണ് അതിൽ കൂടെ കടന്നു പോയതെന്ന്, കടന്നു പോകേണ്ടി വന്നതെന്നൊക്കെ നമുക്ക് ദൈവം മനസ്സിലാക്കി തരും. നമുക്ക് 1-ാമത്തെ പോർഷൻ എന്ന് പറയുന്നത് 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ കൺഫെഷനാണ്, അല്ലെങ്കിൽ അപേക്ഷയും കൺഫെഷനും. ദൈവം ആരാണെന്നും എൻ്റെ അപേക്ഷ എന്താണെന്നും ഒക്കെ രണ്ടും ചേർത്ത് അവിടെ മിങ്കിൾ ചെയ്ത് വരുന്നതായിട്ട് കാണുന്നത്. ഇവിടെ ദാവീദ് എൻ്റെ സ്റ്റേറ്റ്മെന്റ് പറയാ, യഹോവേ, ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുത്. എൻ്റെ അപേക്ഷയത്. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ, നിന്റെ ചെവി എങ്കിലേക്ക് ചായച്ചെന്നെ വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായും ഇരിക്കണമേ. നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ, നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവിടെ ദൈവത്തെക്കുറിച്ചുള്ള അപേക്ഷയും ആ സ്റ്റേറ്റ്മെന്റ് അവിടെ നടത്തുകയാണ്. അപ്പോൾ ഇവിടെ നിന്റെ ചെവിയെങ്കിലേക്ക് ചായച്ച് എന്നെ വിടുവിക്കണമെന്ന്. നമ്മളൊരു കുഞ്ഞിന്റെ കാര്യം പറയുന്നതുപോലെ ഈ രോഗശൈലിയിലേക്ക് ആയിരിക്കുമ്പോൾ ഈ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ സ്നേഹിതരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, അവർ ചാഞ്ഞു വരികയാണ്. ആ വ്യക്തിക്ക് എഴുന്നേക്കാൻ പറ്റുകയില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക്, ദൈവത്തിന്റെ ചുണ്ടുകളുടെ അടുക്കലേക്ക് തന്നെ ചെവി ചായ്ക്കുകയാണ്. ഒരു കുഞ്ഞിന്റെ അടുക്കലേക്ക് പിതാവിന്റെ മാതാവിന്റെ ചെവിയൊക്കെ താഴുന്ന പോലെ ഇവിടെ അത് തന്നെയാണ് ദാവീദ് പറയുന്നത്. നിന്റെ ചെവിയെങ്കിലേക്ക് ചായ്ക്കണം, ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണം. ചിലരെല്ലാം അങ്ങനെ ദുഃഖങ്ങൾ കൂടെ കടന്നു പോകും, ശബ്ദം പോലും പുറത്തു വരാതെ വണ്ണമായിരിക്കും. അപ്പോൾ വളരെ പതിയെ സംസാരിക്കുന്നത്, അത് കേൾക്കാൻ തക്കവണ്ണം ആ സാമീപ്യത്തിൽ നിൽക്കുന്നവര്, അവരെ സഹായിക്കുന്നവരൊക്കെ ചാഞ്ഞു കേൾക്കുകയാണ് അവരുടെ ആവശ്യം എന്താണെന്ന്. തോന്നുന്നു ഇവിടെ പറയുകയാണ്, ദാവീദ് ഉറപ്പോടെ പറയുക, നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമാണെന്ന് ഉറപ്പോടെ പറയുകയാണ്, നിന്റെ നാമം എൻ്റെ പട്. ഇനി അടുത്തത് പറയുകയാണ്, ശത്രുക്കളെ കുറിച്ച് പറയുകയാണ്, അവർ എനിക്കായി ഒളിച്ചു വെച്ചിരിക്കുന്ന വലയും എന്നെ വിടുവിക്കണമേ, നീ എൻ്റെ ദുർഗമാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ഈ 5-ാമത്തെ വാക്യം ഫേമസ് ആണ്. എന്താണ്? നിന്റെ കയ്യിൽ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. നമുക്ക് ഈ ചിന്തയോടെ ഇങ്ങോട്ട് പോകാനായിട്ട് സാധിക്കും. 22-ാം സങ്കീർത്തനങ്ങൾ ചിന്തിച്ചു, എൻ്റെ ദൈവമേ നിന്നെ കൈവിട്ടു. അത് സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണ്. ഇവിടെ അതേപോലെ തന്നെ 31-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. അത് കർത്താവായ യേശുക്രിസ്തു ക്രൂശിൽ കിടന്ന് പറയുന്നതാണ്. ഇൻ ടു യുവർ ഹാൻഡ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്, യു ഹാവ് റിഡീംഡ് മീ, ഓ ലോർഡ് ഫെയ്ത്ത്ഫുൾ ഗോഡ്. ഇൻ ടു യുവർ ഹാൻഡ് ഐ കമ്മിറ്റ് മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിതാവിന്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്ന ഒരു അനുഭവം.
അതൊരിക്കലും പരാജയമല്ല, അത് ജയത്തിലേക്കാണ്, നന്മയിലേക്കുള്ളതാണ്. ഇത് മരണസമയത്തല്ല, മറിച്ച് ജീവിച്ചിരിക്കുമെന്നത് പറയാനായിട്ട് സാധിക്കണം. അവസാന നാളുകളല്ല, യഹൂദ പാരമ്പര്യത്തിൽ ഓരോ ദിവസവും രാത്രി കിടക്കുമ്പോൾ, അവർ വിശ്രമിക്കുമ്പോൾ, അവർ കിടക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിരുന്ന പറയുന്നത്, എൻ്റെ ആത്മാവിന് എന്തിന് കാര്യങ്ങൾ ഫലമേൽപ്പിക്കുന്നു, കർത്താവേ രാത്രിയിൽ എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ ഉറങ്ങുമ്പോഴും അവിടെ ഉണർന്നിരിക്കുന്നവനായി എന്നെ അവിടെ സംരക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള പ്രത്യാശയോടുകൂടിയാണ് അവർ കിടക്കയിലേക്ക് പോകുന്നത്. ഇത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. ബാല്യം മുതൽ അവരെ പഠിപ്പിക്കുന്ന ഒരു ഇതാണ്, എൻ്റെ ആത്മാവിനെ നിന്റെ തൃക്കരങ്ങൾ ഫലമേൽപ്പിക്കുന്നുവെന്ന്. ഇത് നമുക്ക് ഏതൊരു സാഹചര്യത്തിലും നമുക്ക് പറയാൻ സാധിക്കണം. അപ്പൊ നമ്മുടെ ബോർഡിങ്സ് മാറിപ്പോവുക, ദൈവം അത് ഏറ്റെടുക്കുകയാണ്. ഒരു ട്രാൻസ്ഫർ ആണ്, ഒരു കൈമാറ്റ പ്രക്രിയയാണ് അവിടെ സംഭവിക്കുന്നത്. വിശ്വസ്തതയുമായ യഹോവയെ നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു, മിഥ്യാമൂർത്തികളെ സേവിക്കുന്നു പറഞ്ഞ് ഞാൻ പകയ്ക്കുന്നു. മിഥ്യാമൂർത്തികൾ എന്തെല്ലാമാണെന്ന്, ചിലർക്ക് പണമാണ് മൂർത്തി, ചിലർക്ക് അവരുടെ ഫെയിമാണ് മൂർത്തി, ജനപ്രിയം, ചിലർക്ക് അവരുടെ എന്തെല്ലാം ഓരോരോ മോഹങ്ങള്, ഓരോരോ അഡിക്ഷൻസ്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ കാണുകയുണ്ടായ ഒരു കുട്ടിയെ ഇങ്ങനെ ഈ തെറ്റായ ഇതിലേക്ക് നയിക്കുന്ന സ്മോക്കിംഗ്, അതുപോലെ ഡ്രിങ്കിങ്, ഇതിലൊക്കെ ഇന്നത്തെ സമൂഹം അതൊക്കെ ഒരു സ്റ്റാറ്റസ് ഒരു സിമ്പിളായിട്ട് മാറിപ്പോയിരിക്കുകയാണ്. അതിനൊക്കെ ഒരു ലജ്ജയായത് മാനം തോന്നുന്നൊരു തലമുറ. പണ്ട് മറുവിടങ്ങളിൽ പോലും ചെയ്യാൻ അറച്ചിരുന്നതായ കാര്യങ്ങൾ ഇന്ന് പരസ്യമായി ചെയ്യുവാൻ അത് അംഗീകൃതമാകുന്നതായ, പ്രശംസനീയമായി തോന്നുന്നതായ ഒരു ദുഷ്ടതലമുറയായിട്ട് മാറിയിരിക്കുകയാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ, തിന്മയ്ക്ക് നന്മയെന്നും കയ്പിന് മധുരമെന്നും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർ ഇരുട്ടിന് വെളിച്ചമെന്നും വെളിച്ചത്തെ ഇരുട്ടുമെന്നും പറയുന്നവർക്ക് അയ്യോ കഷ്ടമെന്ന്. എല്ലാം അഗെയിൻസ്റ്റ് ആന്റി ക്രൈസ്റ്റിന്റെ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ എല്ലാം വിരുദ്ധമായിട്ടുള്ളതാണ്. ആന്റി തീയിസ്റ്റ്, ദൈവത്തിന് വിരുദ്ധമായിട്ടെല്ലാം പ്രവർത്തിക്കുകയാണ്. ഇതിലൂടെ പറയുകയാണ്, മിഥ്യാമൂർത്തികളെ സേവിക്കുന്നവരെ ഞാൻ പകയ്ക്കുന്നു. അതിനോട് നമ്മൾ എപ്പോഴും അനുഭാവപൂർണരായി തീരരുത്. തിന്മയോട് നമുക്കതിനോട് എപ്പോഴും എതിർത്ത് നിൽക്കാനായിട്ട് സാധിക്കണം. തിന്മയാണെങ്കിൽ നമ്മുടെ പക്കൽ തിന്മയുണ്ടെങ്കിൽ പോലും അതിനെ ഒരിക്കലും നമ്മൾ തലോടരുത്, അതിന് നമ്മൾ ന്യായീകരിക്കരുത്, കുഴപ്പമില്ല എന്ന് പറഞ്ഞു അതിന് എതിർത്ത് നിൽക്കണം. അതിൽ നിന്നും ഓടിയകലണം, അതിൽ നിന്ന് രക്ഷപ്പെടണം, ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവം അതിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ഈ തിന്മയിൽ നിന്നും, നിനക്ക് ഇഷ്ടമില്ലാത്ത എല്ലാറ്റിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്നുള്ള പ്രാർത്ഥന. ഇവിടെ പറയണം, ഞാനോ യഹോവയിൽ ആശ്രയിക്കുന്നു, ഞാൻ നിന്റെ ദയയിൽ ആനന്ദിച്ച് സന്തോഷിക്കുന്നു. ദൈവത്തിൽ ആശ്രയിച്ചു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ദൈവികമായ ആനന്ദം. ആശ്രയിക്കുമ്പോൾ ലഭിക്കുന്ന ആനന്ദം, ആനന്ദിച്ച് സന്തോഷിക്കുന്നു പറയുന്നത്. നീ അരിഷ്ടതയെ കണ്ട് എൻ്റെ പ്രാണസങ്കടങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ശത്രുവിന്റെ കയ്യിൽ നീ എന്നെ ഏൽപ്പിച്ചിട്ടില്ല, എൻ്റെ കാലുകളെ നീ വിശാല സ്ഥലത്ത് നിർത്തിയിരിക്കുന്നു. കണ്ടോ, പ്രാർത്ഥന കേട്ടു, അതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ശത്രുവിന്റെ ഏൽപ്പിച്ചിട്ടില്ല, ശത്രുവിനും അക്രമങ്ങൾക്ക് നടന്നു, പക്ഷെ ദൈവം ഏൽപ്പിച്ചു കൊടുത്തില്ല. തങ്ങൾ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവം, ലജ്ജിപ്പിക്കാത്ത ദൈവം. ഇനി ആ കഷ്ടത്തിലായിരിക്കുമ്പോൾ എന്തെല്ലാം സംഭവിച്ചു എന്നാണ് തുടർന്ന് എക്സ്പ്ലെയിൻ, കോഴ്സ് ഓഫ് ദാറ്റ് വറീസ്, അല്ലെങ്കിൽ അതിന്റെ അനുധാവനം ചെയ്തു വന്നതായ പരിണിത ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു, അനുഭവിച്ച ക്ലേശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നത്. 9ാമത്തെ വാക്യം, യഹോവേ എന്നോട് കൃപയുണ്ടാകണമേ, കഷ്ടത്തിലായിരിക്കുന്നു, വ്യസനം കൊണ്ട് എൻ്റെ കണ്ണും പ്രാണനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു, എൻ്റെ ആയുസ് ദുഃഖം കൊണ്ടും എൻ്റെ സംവത്സരങ്ങൾ നെടുവെപ്പോഴും കഴിഞ്ഞു പോയിരിക്കുന്നു, എൻ്റെ അകൃത്യ നിമിത്തം എൻ്റെ ബലം ക്ഷീണിച്ചും എൻ്റെ അസ്ഥികൾ ക്ഷയിച്ചും ഇരിക്കുന്നു, എൻ്റെ സകല വൈരികളാലും ഞാൻ നിന്നതിനായി തീർന്നു, എൻ്റെ അയൽക്കാർക്ക് നദി നിന്നിരുന്നുണ്ട്, എൻ്റെ മുഖപരിചയക്കാർക്ക് ഞാൻ ഭയകേതുവായി പോയിച്ചു, എന്നെ വെളിയിൽ കാണുന്നവർ എന്നെ വിട്ട് ഓടിപ്പോകുന്നു, മരിച്ചുപോയവനെ പോലെ എന്നെ മറന്നു കളഞ്ഞിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെയായിരിക്കുന്നു, ചുറ്റും ഭീതിയെന്ന അപസ്വതി ഞാൻ പലരുടെയും വായെന്ന് കേട്ടിരിക്കുന്നു, അവർ എനിക്ക് വിരോധമായി കൂടി ആലോചന ചെയ്തു, എൻ്റെ ജീവൻ എടുത്തു കളയാൻ നിരൂപിച്ചു. ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത്? ഡിസ്ട്രസ്, ഗ്രീഫ്, സോറോ, സൈയിങ്, മിസറി, ഓരോന്നും പറയാണ്. എന്നിട്ട് അവസാനം ഈ ഇതിൽ അഡ്വർസറീസ്, ദുഃഖങ്ങൾ, കഷ്ടങ്ങൾ എല്ലാം വന്നിട്ട്, അകൃത്യങ്ങൾ എല്ലാം വന്നിട്ട് ഒടുവിൽ എന്താ സംഭവിച്ചവിടെ? ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെയായിരിക്കുന്നു. പലപ്പോഴും നമ്മൾ ഉടച്ചു വാർക്കുന്ന ഒരു ദൈവമാണ്. ചില പ്രതിസന്ധികളാണ് നമ്മൾ രൂപാന്തരപ്പെടുത്തുന്നത്. ചില ഇത് നമ്മളെ മിനുക്കുവാനാണ്, നമ്മളെ രാഗി മിനുക്കുവാൻ, തേച്ചു മിനുക്കുവാൻ, ചില വ്യക്തികൾ, ചില സാഹചര്യങ്ങളെല്ലാം നമ്മളെ രൂപപ്പെടുത്തും. നമ്മുടെ സ്വഭാവ വൈകൃതങ്ങളൊക്കെ മാറ്റിമറിക്കാനായിട്ട് ദൈവം അത് ഉപയോഗപ്പെടുത്തും. അതിനായി നമുക്ക് ദൈവം സ്തുതിക്കാം. എന്നിട്ട് അടുത്ത പോർഷൻ തുടങ്ങാം, മറ്റൊരു പോർഷൻ, 3ാമത്തെ പാട്ട് എന്ന് പറയുന്നത്, എങ്കിലും യഹോവേ ഞാൻ നിന്നിൽ ആശ്രയിച്ചു. കണ്ടോ, എങ്കിലും, അത് നമ്മൾ എന്തെല്ലാം വന്നാലും ശരി, എങ്കിലും ഞാൻ നിന്നിൽ ആശ്രയിക്കും, എന്നാലും ഞാൻ അവരെ ആശ്രയിക്കും. നീ എൻ്റെ ദൈവം എന്ന് ഞാൻ പറഞ്ഞു. നീ എൻ്റെ ദൈവം എന്ന് പറയുന്നത് 10,000 സ്വർണ്ണ ഖനികളെക്കാൾ ഉത്തമമാണെന്ന് ഒരു സെയിന്റ് പറഞ്ഞിരിക്കുക. എൻ്റെ ദൈവമേ എന്ന് പറയുന്നത്
നീ എൻ്റെ ദൈവം എന്ന് പറയുന്നത് 10,000 സ്വർണ്ണഖനികൾ ഉള്ളതിനേക്കാൾ ശ്രേഷ്ഠമായ സമ്പത്താണെന്ന്. അപ്പൊ നമ്മൾ ചിന്തിച്ച് നോക്കുക എത്ര ഇതാണെന്ന്. എൻ്റെ കാലഗതികൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നു, എൻ്റെ ശത്രുക്കളെ എന്നെ പീഡിപ്പിക്കുന്നതിന്റെ കയ്യിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. അടിയന്റെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. നിന്റെ ദയയാൽ എന്നെ രക്ഷിക്കണമേ. യഹോവയെ നിന്നെ വിളിച്ചുപേക്ഷിച്ചിരിക്കൊണ്ട് ഞാൻ ലജ്ജിച്ചു പോകരുതേ. ദുഷ്ടന്മാർ ലജ്ജിച്ച് പാതാളത്തിൽ മൗനമായിരിക്കട്ടെ. നീതിമാന് വിരോധമായ ദമ്പത്തോടും നിന്നയോടും കൂടെ ധാഷ്ട്യം സംസാരിക്കുന്ന വ്യാജമുള്ളവരങ്ങൾ മിണ്ടാതായി പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവിടെ പ്രാർത്ഥനയാണ്, അപേക്ഷയാണ്, ശത്രുവിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്ന് നമ്മൾ ശത്രുവായിട്ട് കണക്കാണ്ട് ദുഷ്ടനായ സാത്താനെയാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ യുദ്ധം അവനോടാണ്, ജഡരക്തങ്ങളോടല്ല, വ്യക്തികളോടല്ല. ഈ പ്രാർത്ഥനയെല്ലാം അങ്ങനെ ആ ഒരു മൈൻഡിൽ കാണാനായിട്ട് സാധിക്കണം. ഇനി തങ്ങൾ ആശ്രയിക്കുന്നതുകൊണ്ട് ദൈവം എന്താണ് ചെയ്യുന്നതെന്ന് ബ്രീഫായിട്ട് അവിടെ പറയുകയാണ്. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചും, 19-ാമത്തെ വാക്യം, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി മനുഷ്യപുത്രനാക്കാകെ നീ പ്രവർത്തിച്ചുമായി നിന്റെ നന്മ എത്ര വലിയതാകുന്നു. ഉണ്ടോ? യഥാർത്ഥ ഭക്തിക്ക് പ്രതിഫലമുണ്ട്. അവരുടെ ജീവിതത്തിൽ വലിയ ട്രഷറുണ്ട്, അനുഭവങ്ങളുടെ സമ്പത്തുണ്ട്. അതൊക്കെ ഓർത്ത് അവർ ദൈവത്തെ സ്തുതിക്കും. ആശ്രയിക്കുന്നവർക്ക് മനുഷ്യർക്കുമാക്കാണ്ട് പ്രവർത്തിച്ച് നിന്റെ നന്മ വലിയതാ. നീ ഒരു മനുഷ്യരുടെ കൂട്ടുകെട്ട് ഇന്ന് വിടുവിച്ച് നിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ മറയ്ക്കും. തിന്മയുടെ സ്വാധീനത്തിൽ അവർ രക്ഷിക്കും ദൈവം. തന്റെ സാന്നിധ്യത്തിന്റെ മറവ് ദൈവം മറയ്ക്കും. നീ ഇവരെ നാവുകളെ വെക്കാണ്ട് രക്ഷിച്ച് ഈ പട്ടി അതുപോലെയൊക്കെ ഓടിച്ചു കൊണ്ടുവരുമ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അമ്മയുടെ സാരിയുടെ മറവിലേക്ക് അല്ലെങ്കിൽ കൈയുടെ പുറകിലേക്ക് അതിനെ ചേർത്ത് മറയ്ക്കുന്നത് പോലെ, അല്ലെങ്കിൽ കൈകളിൽ എടുത്ത് മാറത്ത് മറയ്ക്കുന്നത് പോലെ ദൈവം നമ്മളെ മറയ്ക്കുക. യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവന് ഉറപ്പുള്ള പട്ടണത്തിൽ എൻ്റെ ദൈവം എനിക്ക് അത്ഭുതമായി കാണിച്ചിരിക്കുന്നു. ഞാൻ നിന്റെ ദൃഷ്ടിയിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് ഞാൻ പരിഭ്രമത്തിൽ പറഞ്ഞു. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം കേട്ടു. എൻ്റെ പ്രതിസന്ധിയിലൊക്കെ ഞാൻ ചിന്തിച്ചു, ദൈവം നിന്റെ ദൃഷ്ടി ഞാൻ ഛേദിക്കപ്പെട്ടു, നീ ഒന്നും കാണുന്നില്ല എന്നൊക്കെ. പക്ഷെ ദൈവം എല്ലാം കാണുന്നു. പലതും ദൈവം അനുവദിക്കുകയാണ് നന്മയ്ക്കായിട്ട്. അല്ല, യോസഫിന്റെ കഷ്ടങ്ങളൊക്കെ നോക്കി അവന് വരാനിരിക്കുന്ന മഹിമ എത്ര വലിയതാണ്. അതിൽ ആ ട്രയൽസിൽ കൂടെയൊക്കെ കടന്നുപോയി. പക്ഷെ ഒടുവിൽ പറയുക, നിങ്ങളല്ല, സഹോദരന്മാരോട് പറയുക, കുഴിയിലിട്ട സഹോദരന്മാരോട് പറയുക, നിങ്ങളല്ല ദൈവം അത്ര എന്നെ ഇവിടെ കൊണ്ടുവന്ന് എനിക്ക് മുമ്പേ നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കൂടെ അത് ഇവിടെ കൊണ്ടുവന്നെന്ന് പറയുന്ന യോസഫിന്റെ അനുഭവം എത്ര മനോഹരമാണ്. എങ്കിലും ഞാൻ നിന്നെ വിളിച്ചുപേക്ഷിച്ച ആൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. യഹോവയുടെ സകല വിശുദ്ധന്മാരുമാളവരെ അവനെ സ്നേഹിക്കുവിൻ. യഹോവ വിശ്വസ്തന്മാരെ കാക്കുന്ന, ഫെയ്ത്ത്ഫുൾ ആയിരിക്കണം നമ്മൾ. അഹങ്കാരം പ്രവർത്തിക്കുന്ന ധാരാളം പേർക്ക് അഹങ്കാരം പാടില്ല. അവസാനം പറയുക, ബി സ്ട്രോങ് ആൻഡ് ലെറ്റ് യുവർ ഹാർട്ട് ടേക്ക് കറേജ്, ഓൾ യു ഹു വെയിറ്റ് ഫോർ ദ ലോർഡ്. യഹോവയിൽ പ്രത്യാശയുള്ള ഏവരുമേ ധൈര്യപ്പെട്ടിരിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാം, നമ്മുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതെ, ദൈവത്തിൽ നമുക്ക് പ്രത്യാശ വെക്കാൻ പറയാം. നിങ്ങളുടെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ദൈവം നമ്മുടെ സഹായമാകുന്നു. ദൈവം നമ്മുടെ സങ്കേതമാണ്. എല്ലാറ്റിലും ദൈവം നമ്മളോട് കൂടി ഇരിക്കും, നമ്മൾ വഴി നടത്തും. എല്ലാ അനുഭവങ്ങളും നമുക്ക് ആസ്വാദ്യമായിട്ട് മാറും. കഷ്ടതയെല്ലാം കയ്പെന്ന് വിചാരിക്കുക, എന്നാൽ കയ്പെല്ലാം മധുരമായിട്ട് മാറുന്നത്. അപ്പോഴാണ് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നത്. ദൈവമേ എത്ര മനോഹരമായി നിന്നെ നടത്തിയെന്ന് ഓർത്ത് ആ സ്വീറ്റ് മെമ്മറീസ്, അങ്ങനെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് പറ്റും. സ്നേഹം നിറഞ്ഞ ദൈവമേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്നതിനുമേ ഞാൻ നിന്നെ കണ്ടു എന്നല്ലേ ചെയ്ത ദൈവമേ, ഇന്നോളം നടത്തിക്കൊണ്ടുവന്ന കൃപകൾക്കായ സ്തുതി. ഞങ്ങളുടെ ജീവിതങ്ങളുടെ വിവിധ സാഹചര്യങ്ങൾ നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾ കടന്നു വന്ന വഴികൾ, ഇനി കടന്നു പോകേണ്ടുന്ന വഴികൾ, സഞ്ചരിക്കേണ്ടുന്ന വഴികൾ എല്ലാം ഞങ്ങളെ ആശ്രയിക്കുന്നു. എങ്കിലും ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ഏത് വിധ സന്ദർഭങ്ങളിലും പ്രതികൂലങ്ങളിലും ആശ്രയിപ്പാൻ ഒരു നല്ല ദൈവം ഞങ്ങൾക്കുള്ളതിനാൽ, ഞങ്ങളെ സഹായിപ്പാൻ അവിടെ നിങ്ങളോട് കൂടെ ഉള്ളതിനാൽ, ചില കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ അനുവദിച്ചുകൊണ്ട് അതിൽ കൂടെ വലിയ പാഠങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ച്, ഞാൻ ഉടഞ്ഞ പാത്രം പോലെയായി എന്ന് പറയുന്നത് പുതിയതൊന്ന് മെനയാനാണെന്ന് ദാവീദിന്റെയും അനേക വിശുദ്ധമായ ജീവിതത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെയും ഒരു വ്യവസ്ഥയും കൂടാതെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്ന കർത്താവ്, നീ ഒരിക്കലും അത് തകർക്കില്ല, ഒരിക്കലും നഷ്ടപ്പെടുത്തുകയില്ല, നീ ഒരിക്കലും അത് മിസ്യൂസ് ചെയ്യുകയില്ല എന്നുള്ളതിനാണ് ഞങ്ങൾ. കാരണം നീ ഞങ്ങളുടെ ഉടയവനാണ്, ഞങ്ങളുടെ സൃഷ്ടാവാണ്. സകലവും തിരുനാമത്വത്തിനായി എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഭരമേൽപ്പിക്കുന്നു കർത്താവേ. തന്നെല്ലാ അനുഗ്രഹത്തിനായ സ്തുതി. എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ. നല്ല നല്ല മുമ്പോട്ടുള്ള ഓരോന്നിലും നിന്നിൽ ആശ്രയിപ്പാൻ, ഞങ്ങളുടെ ആ എല്ലാ പ്രതിസന്ധികളിലും വിശ്വസ്തരായിരിക്കാൻ ഞങ്ങളെ അവിടെ സഹായിക്കണമേ. തിരുവഴുത്ത് പറയുന്ന പോലെ ഞങ്ങൾ നിന്നിൽ മാത്രം പ്രത്യാശ വയ്ക്കട്ടെ കർത്താവേ. എങ്കിൽ ഞങ്ങളുടെ ഹൃദയം നിന്നിൽ ഉറച്ചിരിക്കട്ടെ. തങ്ങളെ ആശ്രയിക്കുന്നവരെ അറിയുന്ന ദൈവമായതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ചിന്തിച്ചതുപോലെ നിന്റെ ഭക്തന്മാർക്ക് വേണ്ടി നീ സംഗ്രഹിച്ചതും നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് മനുഷ്യത്വമാർക്കാങ്ങ് നീ പ്രവർത്തിച്ചു വന്നതിൻ്റെ നന്മ, അങ്ങനെയുള്ള നന്മകളാൽ ഞങ്ങൾ നിറയ്ക്കണമേ. കഴിഞ്ഞ നാള് നടത്തിയ വിധങ്ങൾക്കായി എല്ലാറ്റിനായി സ്തോത്രം. ജീവനായി കൃപയ്ക്ക് എല്ലാറ്റിനായി സ്തുതി. മഹത്വമുണ്ടെന്ന് മാത്രം എടുക്കണമേ. പുത്രനാമത്തിൽ അപേക്ഷിക്കുന്നു. ഏത് പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം മഹത്വപ്പെടുത്തിക്കൊണ്ടടിങ്ങൾ ജീവിപ്പാനായിട്ട് തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.